നമ്മുടെ കഴക്കൂട്ടം സൈറ്റിൻ്റെ പാരപ്പറ്റിൻ്റെ കോൺക്രീറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് നോക്കിയറിയാം, ഇത് മൂന്നാമത്തെ നിലയാണ്. മൂന്നാമത്തെ നിലയുടെ റൂഫ് ടോപ്പ് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സീനറിയൊക്കെ ഉള്ള സ്ഥലമാണിത്. അതുപോലെ ഈ കമ്പി നമ്മൾ എന്തിനാണ് താഴോട്ട് ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബോർഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരിക്കലും ഒരു റെൻ്റൽ പർപ്പസ് ആണെന്ന് അറിയാൻ പാടില്ല, ഒരു ലോഡ്ജ് ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഫൈനൽ എലിവേഷൻ കഴിയുമ്പോഴത്തേക്ക് അത് കൃത്യമായി മനസ്സിലാവും. ഇവിടെ നമ്മൾ ഫുള്ള് കവർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, ഇത് സ്റ്റെയർ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കും. അതിനുവേണ്ടിയാണ് ഈ കമ്പി നമ്മൾ താഴോട്ട് ഇട്ടിരിക്കുന്നത്. ഇത് ഫുള്ള് താഴേറ്റം വരെ ഇത് കവറാവും. അപ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ ഒരു ഫീലിംഗ് ഇവിടെ വരത്തില്ല. ഇത് പാരപ്പറ്റാണ് കോൺക്രീറ്റ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഹൈറ്റ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് ഒരാൾ നിന്നാലൊന്നും ഇത്രയും ഹൈറ്റ് ഉണ്ട്. ആ ഒരു ഹൈറ്റിലാണ് നമ്മളിവിടെ പാരപ്പറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ എല്ലാവരും ഇത്ര ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്ര ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സേഫാണ് ഇവിടെ. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് കഴക്കൂട്ടത്തെ സെൻട്രൽ പോർഷനിലാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ടെക്നോ പാർക്കിൽ നിന്ന് വളരെ അടുത്താണ്. കഴക്കൂട്ടം ജംഗ്ഷനിൽ തന്നെ ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഫ്ലാറ്റോട് വരുന്നത്. 9 അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. ചെറിയ ഫാമിലീസിന് താമസിക്കാൻ കണക്കിന് അത്യാവശ്യം 2 ബെഡ്റൂം വരുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഓരോ അപ്പാർട്ട്മെൻറ്റും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടെക്നോ പാർക്ക്, റെയിൽവേ സ്റ്റേഷൻ, മറ്റ് ഏരിയകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം തന്നെ നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ കഴക്കൂട്ട ഹൈവേ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. ഓവർ ബ്രിഡ്ജ് ഇത് കണ്ടോ, വളരെ അടുത്താണ്. 150 മീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അതാണ് ഹൈവേ, ഓവർ ബ്രിഡ്ജ്. അത് ആ ഭാഗത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്.